ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമുക്ക് റവയും മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നുള്ളത്. എല്ലാവരും കണ്ടു നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനാണെങ്കിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 4 മുട്ടയ്ക്ക് 1 കപ്പ് റവയും 1 കപ്പ് പഞ്ചസാരയും എന്ന രീതിയിലാണ് അളവ് വേണ്ടത്. അപ്പോൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് റവയും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ലൂസ് പോലെ കാണുന്നുണ്ടെങ്കിലാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ചതിലേക്ക് 1 കപ്പ് നമ്മുടെ 250ൻ്റെ കപ്പിൽ 1 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് റവ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിതൊരു 5-6 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്യേണ്ടി വരും. നല്ല പോലെ മിക്സ് ചെയ്യുക. റവ പഞ്ചസാര മൊത്തം അലിയണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഏലക്കാൻ്റെ പൊടിയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് നമ്മുടെ പഞ്ചസാര എടുത്ത് അതേ 250ൻ്റെ കപ്പിൽ 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ചേർക്കുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറേശ്ശെയായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം നല്ല പോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ റവ ഇട്ടതിന് ശേഷം പിന്നെ കുറേ സമയം നല്ലപോലെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ മിക്സ് ചെയ്തത് നേരത്തെ. ഇനി റവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമ്മളിവിടെ തരിപ്പോള എന്നാണ് പറയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. കണ്ണൂർ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നാട്ടുകാരാണ് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 സ്പൂൺ മൈദയാണ്. അപ്പോൾ ഞാൻ ആദ്യം 1 സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിക്നെസ് നോക്കിയിട്ടാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു തിക്നെസ്സിലേക്ക് ഇതെത്തുന്നവരെ എനിക്ക് 3 സ്പൂൺ മൈദ ചേർക്കേണ്ടി വന്നു. ചില മുട്ടയുടെ അളവനുസരിച്ചിട്ടാണ്. എൻ്റെ മുട്ട കുറച്ചും കൂടി വലുതായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്ത മുട്ട കുറച്ചും കൂടി വലുതായതുകൊണ്ടാണ് നമുക്കിപ്പോൾ 3 സ്പൂൺ മൈദ ചേർക്കേണ്ടി വരുന്നുള്ളത്. അപ്പോൾ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ മൈദ കുറച്ച് മതിയാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. നമുക്കിങ്ങനെ ഒഴിക്കാൻ പാകത്തിന് കിട്ടുന്ന രീതിയിലേക്ക് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും 1 സ്പൂൺ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിത് ശരിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പാത്രത്തിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒഴിക്കാൻ പാകത്തിന് കിട്ടുന്നത് വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്, നല്ല നെയ്യ്. അപ്പോൾ ഓയിലൊക്കെ എടുക്കാം, പക്ഷേ നല്ല നെയ്യ് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുള്ളതും. അപ്പോൾ ആ ഒരു ഏലക്കാപ്പൊടിയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. അപ്പോൾ ഞാനിതിൽ എല്ലാത്തിലേക്കും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ചേർത്തത് കുറച്ചുകൂടി പോയി, പിന്നെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 ഭാഗം അത് പൊങ്ങി വന്നോളും. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടി ഒന്ന് വെന്തു എന്ന് വെന്തതിന് ശേഷം മാത്രം ഇങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ. കുറേ സമയം ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല, അന്നേരം ഇത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിടാൻ നമ്മുടെ പപ്പടം കുത്തിയുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കത്തി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഓൾറെഡി ഇത് 1/4 ഭാഗം നമ്മൾ ഒരു സൈഡ് വെന്തതാണ്, മറ്റേ സൈഡ് ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ വെന്തതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് നോക്കാം. ഒന്ന് ജസ്റ്റ് കളർ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റീപ്ലൈ തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.